വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട ഭൂമി പ്രശ്നം മുനമ്പത്തടക്കം വലിയ വിവാദങ്ങൾക്കിടയാക്കുന്നതിനിടെ വിഷയത്തിൽ കടുത്ത നിലപാടുമായി കാന്തപുരം വിഭാഗവും. കൊച്ചി മുനമ്പത്തേത് വഖഫ് ഭൂമിയാണെന്ന് കാന്തപുരം വിഭാഗത്തിന്റെ മുഖപത്രം സിറാജിലെ ലേഖനത്തിൽ പറയുന്നു. വഖഫ് വിവാദം തീരാൻ ഒറ്റ വഴിയേ ഉള്ളൂവെന്നും അത് വഖഫ് എന്ന പൊതുസ്വത്ത് വിറ്റ് കാശാക്കിയവരിൽ നിന്ന് പണം തിരിച്ചു പിടിക്കുക എന്നതാണെന്നും ലേഖനത്തിൽ പറയുന്നു. നേരത്തെ വിഷയത്തിൽ ഇതേ തരത്തിൽ നിലപാട് കടുപ്പിച്ച് സമസ്ത മുഖപത്രമായ സുപ്രഭാതവും നയം വ്യക്തമാക്കിയിരുന്നു. മുനമ്പത്തെ വഖഫ് സ്വത്ത് വിവാദം സമവായ ചർച്ചയിലൂടെ പരിഹരിക്കാൻ മുസ്ലിം ലീഗ് ശ്രമം തുടരുമ്പോഴാണ് വിഷയത്തിൽ വഴങ്ങിക്കൊടുക്കുന്ന നിലപാട് വേണ്ടെന്ന് വ്യക്തമാക്കുന്ന തരത്തിൽ കാന്തപുരം സുന്നി വിഭാഗവും രംഗത്ത് വരുന്നത്. നേരത്തെ ഇതേ വിഷയത്തിൽ സമസ്തയും കടുത്ത നിലപാട് സ്വീകരിച്ച് ലീഗിന്റെ സമവായ നീക്കത്തെ വിമർശിച്ചിരുന്നു. മുസ്ലിം സമുദായത്തിന് അവരുടെ വഖഫ് സ്വത്തുക്കൾ തിരിച്ചു കിട്ടിയേ പറ്റൂ എന്നാണ് AP സുന്നി വിഭാഗം എഴുത്തുകാരനും പ്രഭാഷകനുമായ OM തരുവണ കാന്തപുരം സുന്നി വിഭാഗത്തിന്റെ മുഖപത്രമായ സിറാജിൽ എഴുതിയ ലേഖനത്തിൽ പറയുന്നത്. മുനമ്പവും ചാവക്കാട്ടും തലപ്പുഴയും മാത്രമല്ല, സംസ്ഥാനത്തുടനീളം വഖഫ് സ്വത്തുക്കൾ കള്ളക്കച്ചവടം നടത്തിയിട്ടുണ്ടെന്നാണ് ലേഖനത്തിൽ പറയുന്നത്. അവ മുഴുവൻ തിരിച്ചുപിടിച്ച് വീണ്ടെടുക്കണം. അതിന് സമഗ്രമായ അന്വേഷണവും നടപടികളും വേണം. വഖഫ് സ്വത്ത് വിറ്റ് കാശാക്കിയവരാണ് ഈ വിവാദത്തിലെ ശരിയായ പ്രതികൾ. വഖഫ് സ്വത്താണെന്നറിയാതെ നല്ല കാശ് കൊടുത്ത് വാങ്ങി കബളിപ്പിക്കപ്പെട്ട നിരപരാധികളെ തിരിച്ചുപിടിക്കുന്ന പണം ഉപയോഗിച്ച് മാന്യമായി പുനരധിവസിപ്പിക്കണം. പുനരധിവസിപ്പിക്കാൻ പഴയ തീരുവില മതിയാകാത്തതിനാൽ അന്തസ്സായ പുനരധിവാസത്തിന് ആവശ്യമായത് എത്രയാണോ അത്രയും അപഹർത്താക്കളിൽ നിന്ന് ഈടാക്കണമെന്നും ലേഖനത്തിൽ പറയുന്നു. വഖഫ് സ്വത്ത് വിഷയത്തിൽ സർക്കാർ സമവായ ചർച്ചയ്ക്ക് നീക്കം നടത്തുമ്പോഴാണ് മുസ്ലിം വിഭാഗത്തിലെ വിവിധ സമുദായങ്ങൾ കടുത്ത നിലപാടുമായി രംഗത്ത് വരുന്നത് എന്നതാണ് ശ്രദ്ധേയം. അമൃത ന്യൂസ്, കോഴിക്കോട്.